ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് വിരാട് കോഹ്ലി വൺ എയ്റ്റ് ഫ്രഷ് എന്ന പെർഫ്യൂമാണ്. ഈ വിരാട് കോഹ്ലി പെർഫ്യൂംസ് എല്ലാം തന്നെ ഇൻസ്പയർഡ് ആയിട്ട് നമുക്കൊരു 1000 ഉള്ളിൽ ഇൻസ്പയർഡ് ആയിട്ട് കിട്ടുന്ന പെർഫ്യൂംസ് ആണ്. സോ നേരത്തെ ഡിയോഡറൻസും വളരെ പോപ്പുലർ ആയിരുന്നു. ഇപ്പോൾ ഈ പെർഫ്യൂംസും അത്യാവശ്യം നല്ല രീതിയിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈൻ ആയിട്ടൊക്കെ കാണുന്നുണ്ട്. ഞാനിതിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാര്യം, ഇത് ഓഫ്ലൈൻ ആയിട്ട് ഇപ്പം മിക്ക സ്ഥലങ്ങളിലും ഈ സാധനങ്ങൾ കാണുന്നുണ്ട്. ഷോപ്പുകളിൽ ഇങ്ങനെ ഡിസ്പ്ലേ വെച്ചത് കാണാം. സോ നിങ്ങൾ ഇത്തരം പെർഫ്യൂംസ് ട്രൈ ചെയ്യുന്ന മുന്നേ ഇത് ഏതിൻ്റെയൊക്കെ ഇൻസ്പയർഡ് ആണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഇതിന്റെ ഡിയോഡറന്റ് ഞാൻ മുമ്പ് വളരെ നാളുകൾക്ക് മുമ്പ് വീഡിയോ ചെയ്ത് പോയിട്ടുണ്ട്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് ഡിയോർ സവാഷ് ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫ്രാഗ്രൻസ് ആണ്, നല്ല വൈബാണ്. പക്ഷെ അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതെങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ വൺ എയ്റ്റ് ഫ്രഷ് ഇതിന് 1500 റേഞ്ചിലൊക്കെ പ്രൈസ് കാണാറുണ്ട്. പക്ഷെ ഓഫറിൽ എപ്പോഴും ചെറിയ പ്രൈസിന് കിട്ടുന്ന ഒരു ഐറ്റം ആണ്. അപ്പൊ ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇത് ഡിയോ സവാഷിന്റെ ഒരു വൈബാണ്. ഇത് ഇ ഡി ടി കോൺസെൻട്രേഷനിലുള്ള ഒരു പെർഫ്യൂമാണ്. ഇത് പെർഫ്യൂമാണ് കേട്ടോ, അല്ല ഡിയോഡറന്റ് അല്ല. സോ ഇത് ഇ ഡി ടി ആണ്. സോ ഇ ഡി ടി എന്ന് പറയുമ്പോൾ നമുക്കൊരു 5 to 15% വരെയാണ് അതിന്റെ ഒരു ഫ്രാഗ്രൻസ് കോൺസെൻട്രേഷൻ വരിക. സോ ഡിയോർ സവാഷ് ഒറിജിനൽ ഇ ഡി ടി ഉണ്ടല്ലോ, ഡിയോർ സവാഷ് ഇ ഡി ടി, അതിന്റെ ഒരു വൈബാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അതിന്റെ ഒരു ക്ലോൺ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ഇൻസ്പയർഡ്, ആ ഒരു ഫ്രാഗ്രൻസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻസ്പയർഡ് വേർഷൻ ചെറിയ പ്രൈസിന് വാങ്ങിക്കാൻ പറ്റിയത്. അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് പറയുമ്പോൾ ഡിയോർ സവാഷ് ഒട്ടുമിക്ക ആൾക്കാർക്കും പരിചയമുള്ളതാണ്. അതിൽ ഫ്രഷ്നെസ് ഉണ്ട്, സ്പൈസി നോട്ട്സ് ഉണ്ട്, പിന്നെ ഒരു ലാവൻഡർ അങ്ങനത്തെ ഒക്കെ ഒരു വൈബ് വരുന്നുണ്ട്, പെപ്പർ, പിങ്ക് പെപ്പർ, പിന്നെ അതിന്റെ മെയിൻ ആയിട്ട് നിൽക്കുന്ന സാധനം ആംബ്രോക്സിനാണ്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു വൈറ്റ് ഫ്ലോറൽ ഹിൻറ്റും, പിന്നെ എന്താ പറയാ ഒരു ആംബർ, വുഡി, ഇങ്ങനെയൊക്കെ വരുന്ന ഒരു സംഭവമാണ് ഡിയോർ സവാഷ്. സോ അങ്ങനത്തെ ഒക്കെ ഓൾമോസ്റ്റ് വൈബുകൾ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് നോട്ട്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ ഓപ്പണിംഗ് തന്നെ നമുക്ക് നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ഫ്രാഗ്രൻസ് ആണ്. അതിന്റെ കൂടെ തന്നെ പെപ്പറിന്റെ ഫ്രാഗ്രൻസും ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ഡ്രൈ ഡോൺക്ക് വരുമ്പോൾ ആ പെപ്പർ ഒന്നും കൂടി ഒരു പിങ്ക് പെപ്പർ പോലെ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പെപ്പറി, ഒരു പിങ്ക് പെപ്പറി ഫ്രാഗ്രൻസും, അതിന്റെ കൂടെ തന്നെ നമുക്ക് ലാവൻഡർ, അതുപോലെ തന്നെ കുറച്ചൊരു എന്തോ വൈറ്റ് ഫ്ലോറൽ നോട്ട്സും അങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്നത്. പിന്നെ ആംബ്രോക്സിനും, പിന്നെ കുറച്ചൊരു സിഡർ വുഡ്, അതുപോലെ തന്നെ ആംബർ, ഇങ്ങനെയൊക്കെയുള്ള ഒരു വൈബിലേക്ക് ചെറുതായിട്ട് ഒരു വെറ്റിവറിന്റെ ഒരു ടച്ച്, പെച്ചോളി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് വരുന്നത്. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ഡിയോർ സവാഷിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് തന്നെ, അതായത് ഫ്രഷ്, സ്പൈസി, അരോമാറ്റിക് നോട്ട്സ് കുറച്ച് കൂട്ടി, അത് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് ഒരു 1 hourന്റെ ഉള്ളിലുള്ള പ്രൊജക്ഷനേ ഉള്ളൂ. പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 45 minutes ലെവലിലേക്കാണ് ഇതിന്റെ ഒരു പ്രൊജക്ഷൻ കിട്ടുന്നത്. ബട്ട് ലോഞ്ചിവിറ്റി നമുക്കൊരു 2.5 hours വരെയൊക്കെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഒരു 500 rupees അല്ലെങ്കിൽ 600 rupeesനൊക്കെ ഈ ഒരു സാധനം 100 ml നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് അക്സെപ്റ്റബിൾ ആണ്. കാരണം ഇതിന്റെ ഫ്രാഗ്രൻസ് ക്വാളിറ്റി നല്ലതാണ്. ചില പെർഫ്യൂംസ് നല്ല എന്താ പറയാ വളരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള ക്ലോൺസ് ആയിരിക്കും, പക്ഷെ നമുക്ക് അതിന്റെ ഫ്രാഗ്രൻസ് അത്രയും അട്രാക്റ്റീവ് ആയിട്ട് തോന്നൂല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇപ്പൊ ഫ്രാഗ്രൻസിന് ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് അറിയാൻ പറ്റുക എന്ന് വെച്ചാൽ, നമ്മൾ ഒരുപാട് പെർഫ്യൂംസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ക്വാളിറ്റി ഉള്ളത്, എന്താണ് ക്വാളിറ്റി ഇല്ലാത്തത് എന്നുള്ളത്. നമുക്ക് ആ ഒരു ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് സ്നിഫ് ചെയ്താൽ തന്നെ തിരിച്ചറിയാൻ പറ്റും കുറെ കാലം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതിപ്പോ നമ്മളെ വീഡിയോ കണ്ട് പെർഫ്യൂംസ് വായിക്കുന്ന മിക്ക ആൾക്കാർക്കും അറിയാൻ പറ്റുന്നതാണെന്ന് തോന്നുന്നു. കാരണം പലരും വീഡിയോസിന് താഴെ കമന്റ് ചെയ്യാറുണ്ട്. ചിലത് സിന്തറ്റിക് വൈബാണ്, ചിലത് നാച്ചുറൽ വൈബാണ്, ചിലത് എന്താ പറയാ മെച്ചോർഡ് ആയിട്ടില്ല, ഇങ്ങനെയൊക്കെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നവർ തന്നെ പറയാറുണ്ട്. സോ എനിക്ക് തോന്നുന്നതൊക്കെ എല്ലാവർക്കും ഈസി ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ വീഡിയോ പിന്നീട് ചെയ്യാം. സോ ഇതിന്റെ വൈബ്, ഇത് നല്ല വൈബാണ്. ഇതൊരു ഓൾ ഒക്കേഷൻസിലേക്കൊക്കെയാണ് ഡിയോർ സവാഷ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ബട്ട് ഇതൊരു കുറച്ചൊരു വീക്കർ സൈഡിൽ നിൽക്കുന്നതുകൊണ്ട് ഇതൊരു ഓഫീസ് പെർഫ്യൂം ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്താൽ മതി. ഞാൻ ഈ ഒരു ഫ്രാഗ്രൻസ് പലരും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, പോക്കറ്റ് പെർഫ്യൂം ആയിട്ട് കൊണ്ടെടുക്കുന്നതും കണ്ടിട്ടുണ്ട്. മാത്രമല്ല ചിലർ ചിലപ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ടായിരിക്കാം ചില ആളുകൾ എടുത്ത് നമുക്ക് ഇതിന്റെ ഫ്രാഗ്രൻസ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനും എനിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ചിലരോടൊക്കെ ചോദിച്ചപ്പോൾ ഈ സാധനമാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്, വിരാട് കോഹ്ലി വൺ നൈറ്റിന്റെ ഒരു സാധനമാണ് യൂസ് ചെയ്തത് എന്നുള്ളത്. സോ അങ്ങനെയൊക്കെ ഇത് അത്യാവശ്യം നാട്ടിൽ കാണുന്ന ഒരു പെർഫ്യൂമാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഷോപ്പുകളിലൊക്കെ കാണുകയാണെങ്കിൽ ജസ്റ്റ് ഒരു കാഷ്വലി ഒരു ഇതിന് ചെറിയ പ്രൈസിന്, ഇത് ചെറിയ പ്രൈസിന് കിട്ടും, നിങ്ങൾക്ക്
കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു പെർഫ്യൂമും കൂടിയാണ്. ഇതിൽ കുറേ എണ്ണം എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഞാൻ ഇടയ്ക്കൊക്കെ ഒരു വീഡിയോസ് ആയിട്ട് വരാം. എല്ലാം തന്നെ എനിക്ക് നല്ല ക്ലോൺസ് ആയിട്ടാണ് തോന്നിയത്. വലിയ പെർഫോമൻസ് ഒന്നുമില്ല, ബട്ട് ഫ്രാഗ്രൻസ് വൈസ് ഇതൊക്കെ നല്ലത് തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിയോളൂ. പെർഫോമൻസ് നോക്കുന്നവർ ഇതിലേക്ക് പോകണ്ട. അതല്ലാതെ നിങ്ങളിപ്പോൾ ഒരു ട്രാവലിംഗ് പർപ്പസോ അതല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാഷ്വൽ ആയിട്ടൊക്കെ യൂസ് ചെയ്യണം, നല്ലൊരു വൈബുള്ളത് നോക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്തോളൂ. So anyways, that's all about this video. Thanks for watching.